നമസ്തേ. യാതൊരു പരിഭവവും ഇല്ലാതെ എല്ലാ ദുഃഖങ്ങളെയും പ്രതികാര ഇച്ഛയോ ചിന്തകളോ വിലാപമോ ഒന്നുമില്ലാതെ സഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ഒരു ചക്രവർത്തിയുടെ നിലയായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവരിൽ നിന്നല്ല, അവനിൽ നിന്ന്, തന്നിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. ഒരു ചക്രവർത്തി ഭരണം നടത്തുമ്പോൾ ലഭ്യമാവുന്ന സന്തോഷത്തേക്കാൾ 10 മടങ്ങ് ഇരട്ടിയായിരിക്കും ഈ ദിദിക്ഷാ കവചം ധരിച്ച വ്യക്തിയുടെ ആനന്ദം, പരമാനന്ദം എന്നാണ് അതിന് പറയുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും അയാളിൽ ഒരു ദുർസ്വാധീനം ചെലുത്താൻ സാധ്യമല്ല. അയാളെ ദുഃഖിപ്പിക്കാൻ ആർക്കും കഴിയുന്നതുമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോക ജീവിതം സ്വപ്ന സമാനമാണെന്നും ആ സ്വപ്നത്തിലെ ഒരു വലിയ തിരമാലയാണ് തൻ്റെ മുമ്പിൽ വന്നു ചേരുന്ന അനുഭവങ്ങളെന്നും അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും, ആ തിര ഇത്തിരി വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അയാൾക്കറിയാം ഇത് സ്വപ്നത്തിലുള്ള തിരയാണ്. എന്നുവെച്ചാൽ ജ്ഞാനത്തിൻ്റെ ഉന്നതമായ ഒരവസ്ഥ കൊണ്ട് അയാളുടെ മുമ്പിൽ വരുന്ന സുഖദുഃഖങ്ങളെ വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ട് അതിനെ വിടുവാൻ സാധിക്കുന്നു. ആ അവസ്ഥയിലാണ് അയാൾക്ക് ദുഃഖങ്ങളോ പരിദേവനങ്ങളോ പ്രതികാരബുദ്ധിയോ ഒന്നും കൂടാതെ കാര്യങ്ങളെ കാണാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതികാരബുദ്ധി എടുക്കണമെങ്കിൽ അതിനകത്ത് സത്യത്വ ബുദ്ധി തോന്നിയാലല്ല പറ്റത്തുള്ളൂ. സ്വപ്നത്തിൽ നമ്മുടെ അയൽവക്കംകാരൻ നമുക്ക് ദോഷകരമായ എന്തെങ്കിലും ഒന്ന് ചെയ്തു നിന്ന് അയാൾ നമ്മളെ കല്ലെടുത്ത് എറിഞ്ഞു, നമ്മുടെ തല പൊട്ടി, വളരെയധികം വേദന അനുഭവിച്ചു, ആശുപത്രിയിൽ കുറേ ദിവസം കിടന്നു. ഉറക്കത്തിലെ കാര്യമാണ് പറയുന്നത്. കുറേയേറെ പണം ചെലവായി. അങ്ങനെ ദുഃഖിച്ചിരുന്നപ്പോഴാണ് ഉറക്കം തെളിഞ്ഞു വന്നത്, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. പിറ്റേ ദിവസം ജാഗ്രതയിൽ അയാളെ രാവിലെ കാണുമ്പോൾ നമുക്ക് അയാളോട് ഒരു വിദ്വേഷം തോന്നും. നീ ഇന്നലെ കല്ലെടുത്ത് എറിഞ്ഞു അല്ലേ, എൻ്റെ തല പൊട്ടി, എനിക്കൊത്തിരി പൈസ ചിലവായി, ആ പൈസ തിരിച്ചു തരണമെന്നുമല്ല നമ്മൾ ചോദിക്കുമോ? ഒരാൾ ചോദിക്കുമോ? അത് സ്വപ്ന സമാനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയോ സ്വാധീനമോ ഒന്നുമില്ലാത്തതുപോലെ ഇത് നെടിയ കിനാവാണ് എന്ന് മനസ്സിലാക്കിയ ഒരുവന്, അവൻ തിദിക്ഷാശാലിയും കൂടിയാണെങ്കിലോ അവൻ്റെ ജീവിതം അജയ്യമായി. ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ വരുമ്പോൾ അവന് സുഖം കിട്ടിയാലും അങ്ങനെയാ, ദുഃഖം കിട്ടിയാലും അങ്ങനെയാ. അവൻ ഒരേപോലെ കാണാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മാനം വരാം, അപമാനം വരാം, ശീതം വരാം, ഉഷ്ണം വരാം, അവിടെയൊക്കെ ഒരേ മാനസികാവസ്ഥയിൽ നിൽക്കുവാൻ സാധിക്കുന്നു. ഗീതാകാരൻ പറയുന്ന ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഹോ സമസംഗ വിവർജിത എന്നൊക്കെ പറയും. ദ്വന്ദ്വങ്ങളിലെല്ലാം, രണ്ട് ഭാവങ്ങളിലും ഇരട്ടഭാവങ്ങളിലെല്ലാം അയാൾ ഒരേപോലെ വസിക്കുവാനുള്ള ശേഷി സമ്പാദിച്ചിരിക്കുന്നു. തിദിക്ഷ നേടുന്ന വ്യക്തിയും ഇതേപോലെ തന്നെയാണ്. എല്ലാ ദുഃഖങ്ങളെയും അയാൾക്ക് സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും സഹിക്കുകയല്ല, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ മുൻപിൽ ജ്ഞാനമാകുന്ന ആ ഒരു അഗ്നിയുടെ പ്രഭാവം കൊണ്ട് അയാളുടെ കർമ്മങ്ങളെല്ലാം കത്തിപ്പോയത് കൊണ്ട് അയാളുടെ മുമ്പിൽ വരുന്ന കർമ്മങ്ങളെല്ലാം ഇതേപോലെ ഒരു സ്വപ്നം പോലെ അയാൾക്ക് കാണാനും അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. ഇത് സാധാരണ മനസ്സുകൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്നും വലിയ നിശ്ചയമില്ല. പക്ഷേ ഈ തിദിക്ഷ എന്ന് പറയുന്ന, അല്ലെ നമ്മളിവിടെ വിവരിക്കപ്പെടുന്ന ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിത ചര്യ ഏവർക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഉള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തിദിക്ഷ പാലിക്കുന്ന ഒരുവൻ്റെ
ലൗകികമായ ജീവിതം എങ്ങനെയായിരുന്നാലും ആ ലൗകിക ജീവിതത്തിൽ അയാൾക്ക് ഈ തിതിക്ഷ എന്ന് പറയുന്ന ആ ഒരു സാധന അനുഷ്ഠിക്കുന്നത് കാരണം വളരെയധികം വിജയമുണ്ടാകും. ടീച്ചറാണെങ്കിൽ നല്ലൊരു ടീച്ചറാവാം, നല്ല ജോലിക്കാരനാവാം, നല്ല എഞ്ചിനീയർ ആവാം, നല്ല ഫിറ്ററാവാം, നല്ല ഡ്രൈവറാവാം, നല്ല കൃഷിക്കാരനാവാം, നല്ല വീട്ടമ്മയാകുവാൻ ഒക്കെ ഈ ഒരു ഗുണം കൂടി നമ്മളെ ഏറെ സഹായിക്കും. അപ്പോൾ ഈ ആധ്യാത്മിക ചിന്ത കൂടി ഉണ്ടാക്കി ഈ ലോക ജീവിതം സുഗമമാക്കുക, ഇതാണ് ഋഷിമാരുടെ അഭിപ്രായം. ഗുരു നമ്മളുടെ മുമ്പിൽ വന്ന് ഇത്രമാത്രം ക്ലേശം അനുഭവിക്കാൻ കാരണവും മറ്റൊന്നല്ല, ആളുകൾക്ക് നന്മയുണ്ടാവണം, ആളുകൾക്ക് അറിവുണ്ടാവണം, തദ്വാര അവരുടെ ജീവിതം ആനന്ദപൂർണമാവണം. ഇതായിരുന്നു ഗുരുവിൻ്റെ വലിയ ഇച്ഛ. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഗുരു ലോകസംഗ്രഹത്തിന് ഇറങ്ങിയത് തന്നെ. ചട്ടമ്പിസ്വാമി തിരുവടികളോട് ഇത് ലോകസംഗ്രഹ പ്രവർത്തനം നടത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും അല്ലെ നടത്താൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാ ഭക്തന്മാരെ സമീപിച്ചപ്പോഴും ചട്ടമ്പിസ്വാമികൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ആ നർമ്മശൈലിയിൽ പറഞ്ഞ് ഈ കിഴവനെ വെറുതെ വിട്ടേക്കെന്നാണ് പറഞ്ഞു. ഒരു ബ്രഹ്മവിത്ത് വരൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തലത്തിലെത്തിയ ഒരാൾക്ക് ഈ ലൗകിക ജീവിതത്തിൽ അല്ലെങ്കിൽ അവിടെ ഉന്നതി കൊടുക്കണമെന്നോ ഒന്നും ചിലപ്പോൾ തോന്നിയെന്ന് വരത്തില്ല. പക്ഷെ ഗുരുവിനൊരു കാരുണ്യമുണ്ടായി. ശരി, ഇതിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മുൻകൂട്ടി കണ്ടറിയാൻ ശേഷിയുള്ളയാളാണ്. എന്തൊക്കെ ചെയ്താലും അവസാനം കിട്ടാൻ പോകുന്നത് തിരസ്കാരമാണെന്നും ദുഃഖമാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരു ഈ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുകയും അവിടെ പൂർണ്ണ വിജയം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരു അവിടെ പൂർണ്ണ വിജയം കൈവരിക്കാൻ ഈ ആധ്യാത്മികമായ സാധനങ്ങളിൽ കൂടി സംസിദ്ധനായതുകൊണ്ട് സംഭവിച്ചതാണ്. മറ്റ് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്നത് പോലെ ഒരു കാര്യമായിരുന്നില്ലല്ലോ ഗുരുവിന് സാധിച്ചത്. 10,000 ആളുകൾ കൂടി, എത്ര ഗംഭീരന്മാരായിട്ടുള്ള 10,000 ലക്ഷമോ ആളുകൾ കൂടി പ്രവർത്തിച്ചാലും ഗുരു ചെയ്തതുപോലെ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. പക്ഷെ ഗുരുവിന് ഒരു വ്യതിരിക്തതയുണ്ടായിരുന്നു, ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അപൂർവതയുണ്ടായിരുന്നു. അതിനെ അംഗീകരിച്ചേ പറ്റൂ. അത് ഗുരുവിൻ്റെ ആധ്യാത്മിക നേട്ടത്തിൻ്റെ തൂവലുകളിലൊന്നാണ്. അപ്പം ഈ ഒരു സുഖകരമായ ജീവിത ശൈലി, ജീവിത രീതി ആളുകൾ അനുവർത്തിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടുകൂടി അല്ലെ വലിയ ഇച്ഛയോടുകൂടിയാണ് ഗുരു തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ച് അരുവിപ്പുറത്തേക്ക് വരുന്നത്. അല്ലെ ഇത്തരം ഒരു ചിന്താഗതി ഇല്ലായിരുന്നെങ്കിൽ ഗുരു മരുത്വാമലയിൽ തപം ചെയ്ത് ഈ ശരീരം ഉപേക്ഷിച്ച് സ്വധാമമായ ആത്മാവിലേക്ക് പോവുകയും ഉണ്ടായിരുന്നു. ഈ തിതിക്ഷ എന്ന് പറയുന്ന ഗുണം ജീവിതത്തിൽ അങ്ങോളം കാണാം ഗുരുവിൻ്റേത്. ഒരു രണ്ടാമത് സിലോൺ യാത്ര നടത്തുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് ഗുരുവിൻ്റെ ജീവിതകഥയിൽ. 1926 ഏതാണ്ടൊരു 4 മാസത്തോളം ഗുരു വിദേശത്ത്, അതായത് സിലോണിൽ താമസിക്കുകയുണ്ടായി. പക്ഷെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളുടെ ഒരു കാര്യം കൂടി അതിൻ്റെ പിന്നിൽ കണ്ടേക്കാം. താൻ വളർത്തിക്കൊണ്ട് വന്ന ആളുകൾ താൻ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലേക്ക് വന്നില്ല. താൻ സ്ഥാപിച്ച പ്രസ്ഥാനം തൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഉയരുന്നില്ല, കൊച്ചുവട്ടത്തിലായി പോകുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായി ഗുരു വിഡ്രോവൽ സിൻഡ്രം കൂടുതൽ കാണിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അന്തർമുഖതയിലേക്ക് പോകാൻ, തൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിയുവാനും തൻ്റെ ശരീരം ഇനി അധികം നാൾ വെച്ചേക്കണ്ട എന്നുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തു. ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്നെ അനുയായികൾക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഗുരുദേവൻ ഇവിടെ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ സംഗീതസ്വാമി, ശാന്തലിംഗസ്വാമി, ഹനുമാൻഗിരി സ്വാമികൾ, ശങ്കു മുതലായവരോടൊപ്പം ഗുരു ശിവഗിരിയിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തിരുപേടകം, മധുര, ചോളവന്താൻ മുതലായ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് തിരുപേടകത്ത് ഗുരു ചെന്ന് താമസിക്കുന്ന അവസരത്തിൽ
അപ്പോൾ ഗുരു പെട്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇന്നിവിടെ താമസിക്കാം. അങ്ങനെ തിരുവേടകത്തിൽ ചെന്നപ്പോൾ ഇന്നിവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് ഗുരു അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഗുരുവിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പോവുകയാണ് ശിഷ്യന്മാർ. ഒരു വീട്ടിൽ താമസിക്കുകയാണ്. താമസിച്ചു, രാത്രിയിൽ മറ്റാണ് അവിടെ ചെല്ലുന്നത്. രാത്രിയിൽ അവിടെ താമസിച്ചു. രാവിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ശിഷ്യന്മാർ പോയ കൂട്ടത്തിൽ ഗുരു ഇറങ്ങി അങ്ങ് നടക്കാൻ തുടങ്ങി. നേരം സംഗീതസ്വാമി മറ്റാണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ കൊണ്ട് കുറച്ച് നേരം നടന്നു. സ്വാമി ഇങ്ങനെ രാവിലെ എണീറ്റ് നടക്കുകയാണ്. സംഗീതസ്വാമി പുറകെ കൂടി. കുറേയേറെ ചെന്ന് കഴിഞ്ഞപ്പോൾ കയ്യിലൊന്നുമില്ല, തോർത്തില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചില്ല സംഗീതസ്വാമിക്ക്. കുറേ അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ കുടയെടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തുണി എടുക്കുകയോ ഒന്നും ചെയ്തില്ല. സംഗീതസ്വാമി തിരിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഓടി അവിടെ ചെന്ന് കുറേയേറെ ദൂരം ഓടേണ്ടി വന്നു. അങ്ങനെ ഓടി തിരിച്ച് കുടയും വസ്ത്രവും ഒക്കെ ആയിട്ട് ഗുരുവിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ അതിഗംഭീരമായ മഴ പെയ്തു. ഗുരു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ്. ശരീരം വിറയ്ക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ അല്പം കുറഞ്ഞിരുന്നു ആ സമയത്ത്. മുഖത്തിൻ്റെ കാന്തിക്ക് ഒരു കുറവുമില്ല. ഗുരുവിനെ സംഗീതസ്വാമി കാണുമ്പോൾ അങ്ങനെ തെളിഞ്ഞ മുഖത്തോടുകൂടി, ഗംഭീരമായ പ്രകാശം ചൊരിയുന്ന മുഖത്തോടുകൂടി ഇരിക്കുക. പക്ഷേ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന അല്പം വിറയൽ അനുഭവപ്പെട്ടു, തണുപ്പ് വന്നതുകൊണ്ട്, നനഞ്ഞതുകൊണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് സംഗീതസ്വാമി കാണുമ്പോൾ ഗുരു അങ്ങനെ വിഷമിച്ചിരിക്കുക. ഗുരു ഒരു പരിഭവം അവിടെ പറഞ്ഞില്ല. ഗുരു ആകെ പറഞ്ഞത് എപ്പോഴെങ്കിലും ആരെങ്കിലും ജീവചരിത്രം എഴുതിയാൽ ഇക്കാര്യം കൂടി ഒന്ന് എഴുതിയേക്കണമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ സംഗീതസ്വാമി കൊണ്ടുവന്ന തുണി വാങ്ങി ഉടുത്തു. ഗുരു അങ്ങനെ അവിടെ നിന്നാണ് സിലോണിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ തിദീക്ഷയുടെ പൂർണ്ണത നമ്മൾ ഗുരുവിൽ കാണുവാൻ സാധിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അനുവർത്തിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഗുരുചരിതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.